ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് എന്താ പറയുക, എല്ലാ ദിവസത്തെയും പോലെ അല്ല കേട്ടോ, ഇന്നൊരു മോശം ദിവസമായിരുന്നു. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെയല്ലേ, നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ദിവസം നല്ല ദിവസമായിരിക്കാം, ചില ദിവസങ്ങളിൽ മോശം അനുഭവങ്ങളായിരിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റതും എനിക്ക് മോശം അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് മെഷീനിൽ തുണികളെല്ലാം അലക്കാനിട്ടു. പിന്നെ ശ്യാമാണെങ്കിൽ ഓഫീസിൽ പോകണം, മോൾക്ക് സ്കൂളിലൊക്കെ പോകണം, കാരണം അവരും കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളം അങ്ങ് തീർന്നു പോയിട്ടോ. രാവിലെ നമുക്ക് ഇവിടെ താമസിക്കുന്നിടത്ത് 2 നേരം വെള്ളം അടിക്കും. നമുക്ക് വെള്ളം അടിക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ. അത് അതിനുള്ളൊരു ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെയും വൈകുന്നേരം നമുക്ക് വെള്ളം അടിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ അവർ വെള്ളം അടിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ വെള്ളമൊന്നും പിടിച്ച് വെക്കാത്തത് കൊണ്ടിട്ട് പെട്ടെന്നായിരുന്നു വെള്ളം തീർന്നു പോയത്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കൽ നടന്നില്ല. രാവിലെ തന്നെ കുളിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പതിവ് പോലെ നമ്മൾ ചെയ്തത് കൊണ്ടിട്ട് അത് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഫുഡ് ഉണ്ടാക്കലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു ഉച്ചയോടുകൂടിയാണ് കേട്ടോ, ഒരു 12 മണിയോടുകൂടിയാണ് എടുക്കുന്നത്. നമുക്ക് വെള്ളമൊക്കെ വന്നത് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ വെള്ളം വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തുള്ള ആ ഒരു കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ശ്യാമിന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പീച്ചിങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവർ രാവിലെ പോയി, വെള്ളം തീർന്നുകൊണ്ടിട്ട് പിന്നെ ഫുഡൊന്നും എടുക്കാതെയാണ് പോയത്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം വന്നിട്ട് എനിക്കും കണ്ണനുള്ള ആ ഒരു പീച്ചിങ്ങ, പിന്നെ ഞങ്ങൾക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്കും ചെറിയൊരു മടി വന്നു. രാവിലെ തന്നെ നമുക്ക് ആ ഒരു ദിവസം ഒരു മോശം ഇതായിട്ട്, വെള്ളം ഇല്ലെങ്കിൽ അറിയാമല്ലോ, നമുക്ക് ഒരു പണി നടക്കാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അവർ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ പോയി. ഞാനും കണ്ണനും പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് പീച്ചിങ്ങയും ചെമ്മീനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീനും ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറിയുടെ കൂടെ നമ്മൾ ചെമ്മീൻ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ചെമ്മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ അധികം കിട്ടാറില്ല, എങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെമ്മീൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. എന്തെങ്കിലും അച്ചിങ്ങയോ പീച്ചിങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് പീച്ചിങ് എല്ലാം വേവിച്ചിട്ട് അത് ഞാനൊന്ന് മുളകിട്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഓർഡർ കൊടുത്ത ആ ഒരു ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്, സുഹൃതം എന്ന് പറയുന്ന, അവിടെ നിന്നാണ് നമ്മളിന്ന് ഓർഡർ കൊടുത്തത്. ഞാനൊരു മസാല ദോശയും, എനിക്ക് പിന്നെ മസാല ദോശ വിട്ട് വേറെ കളിയില്ല, കണ്ണം പൂരി മസാലയാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാറ്ററിങ്ങിൻ്റെ സാമ്പാറൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റാണല്ലോ, അവർ രാവിലെ തന്നെ വെച്ച ആ ഒരു ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് കാളനൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊന്നും അങ്ങനെ ഓർഡർ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കാറ്ററിംഗ് സർവീസ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഈ കാളനൊക്കെ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ആ സാമ്പാർ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പീച്ചിങ്ങയും ചെമ്മീനും അതും ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ മീൻകറി ഞാൻ രാവിലെ ശ്യാമിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെക്കാം എന്നൊക്കെ ആയിരുന്നു. പിന്നെ വെള്ളം ഇല്ലാഞ്ഞുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ നേരെ മീനെടുത്ത് ഫ്രിഡ്ജിലോട്ട് തന്നെ കയറ്റി വെച്ചു. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും എടുക്കാമല്ലോ, ശരിയാക്കാം എന്ന് വിചാരിച്ച് ഞാനത് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പീച്ചിങ്ങൊക്കെ മുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കടുകും ഉള്ളിയൊക്കെ ഇട്ടു, അതിനുശേഷം മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പീച്ചിങ്ങയും ചെമ്മീനും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി പീച്ചിങ്ങ കറിയാണ്. അപ്പോൾ കണ്ണൻ എന്തായാലും പീച്ചിങ്ങ മാത്രം കൂട്ടി ആൾ കഴിക്കില്ല. പിന്നെ സാമ്പാർ കണ്ണന് അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് സാമ്പാർ ഫേവറേറ്റ് ആണെങ്കിലും കണ്ണന് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവൻ എന്തെങ്കിലും ഒരു മീൻ എന്തെങ്കിലും വേണമല്ലോ എന്നോർത്ത് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിൽ നിന്നൊരു 2-3 പീസ് എടുത്തിട്ട് ഒന്ന് വറുത്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചു. അതാകുമ്പോഴത്തേനും ആൾ കഴിച്ചോളും. ഈ പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും ചെമ്മീൻ ഇട്ടുകൊണ്ടിട്ടാണ് പീച്ചിങ്ങ കണ്ണന് ഇഷ്ടം കേട്ടോ. ചെമ്മീൻ ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ ആ ഒരു ഇഷ്ടം കൂടി നോക്കിയിട്ട് ഞാൻ ചെമ്മീനൊക്കെ ഇട്ടേ വെക്കുള്ളൂ കേട്ടോ. മാക്സിമം അങ്ങനെ വെക്കാറുണ്ട്, പിന്നെ കിട്ടാത്തപ്പോൾ മാത്രമേ അല്ലാണ്ടൊക്കെ വെക്കുള്ളൂ. അപ്പോൾ അതാ മീൻ വറുക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഞാൻ ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പും മുളകെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പീച്ചിങ്ങ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളമൊക്കെ ആയപ്പോഴത്തേനും ഞാനത് അടപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് 12 മണിയായപ്പോഴാണല്ലോ ഞാനിത് വെക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ കണ്ണനാണെങ്കിൽ വിശക്കണമെന്ന് പറയണുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ആ വലിയ അടുപ്പിലോട്ട് എടുത്ത് മീൻ വറുക്കാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ഇങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണന് ചോറ് കൊടുക്കാം. അങ്ങനെ മീനും ഞാൻ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്, വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു എന്താ പറയുക, മോശം ദിവസമായിപ്പോയി. വെള്ളം ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു പണി നടക്കില്ലാത്തൊരു ദിവസം. എന്തായാലും എല്ലാ ദിവസവും നല്ലൊരു ദിവസമല്ലേ, ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.